ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത് തൊമ്മൻകുത്തിലേക്കാണ്. തൊമ്മൻകുത്ത് സ്പോട്ടിലെത്തി. ഞാൻ ട്രെക്കിങ്ങിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കേരള ഫോറസ്റ്റ് എക്കോ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയാണ്, അതായത് ഓൺലൈൻ വഴിയായിരുന്നു. പക്ഷേ സ്പോട്ടിലെത്തിയപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ബുക്കിംഗ് കൺഫർമേഷൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ലെന്ന്. അതുമല്ല, അവരുടെ നോർമൽ ട്രെക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ 1500 ആണ്. അതിൽ അപ് ടു 5 ആൾക്കാർക്ക് വരെ ട്രെക്ക് ചെയ്യുക. പിന്നെ ഞാൻ DFOനെ കോൺടാക്ട് ചെയ്തു, പുള്ളിക്കാരന് ടിക്കറ്റ് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു 30-45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്രൂവൽ കിട്ടിയത്. അങ്ങനെ അവർ എനിക്ക് മാത്രമായിട്ട് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. അങ്ങനെ പിന്നെ ഗൈഡായിട്ട് ഞാൻ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഗൈഡ് ചേട്ടൻ്റെ പേര് ഷൈബി ചേട്ടൻ എന്നാണ്. ഇതൊരു അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഷൈബു ചേട്ടൻ നോർമൽ ഒരു ട്രെക്കിംഗ് വേയിലേക്കൂടെ അല്ല നമ്മളെ കൊണ്ടുപോയത്. എന്നെ കൊണ്ടുപോയത് തൊമ്മൻകുത്തിൻ്റെ ആ വാട്ടർഫോൾ ഉണ്ടല്ലോ, അതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ആക്ച്വലി ആ വാട്ടർ ഫ്ലോ ചെയ്യണ ആ ഒരു വേ കൂടിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു, ബട്ട് അത് ടോട്ടലി വർത്തായിരുന്നു. ആ ട്രെക്കിംഗ് വേയിൽ വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, വലിയ പാറകളുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കുഴികളുണ്ടായിരുന്നു, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. എല്ലാം കൊണ്ടും ഒരു അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു തൊമ്മൻകുത്തിലേത്. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ട്രെക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ. എറണാകുളത്ത് നിന്ന് തൊമ്മൻകുത്തിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ വരണം. മൂവാറ്റുപുഴയിൽ നിന്ന് വണ്ണപുരം എന്ന് പറഞ്ഞൊരു ബസ് പിടിക്കണം. വണ്ണപുരത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ തൊമ്മൻകുത്തിലേക്ക് ബസ് പിടിക്കണം. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളം പോകാനുണ്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. അങ്ങോട്ടൊരു ഓട്ടോ പിടിച്ച് പോകണം. കുറച്ച് ബുദ്ധിമുട്ടാണ് എത്തിപ്പെടാൻ. ഈ ടൈമാണ് ട്രെക്ക് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകണമെങ്കിൽ നോർമൽ ട്രെക്കിംഗ് വേയിലേക്ക് കൂടി പോകരുത്. വെള്ളം ഒഴുകണ ആ ഒരു വേയിലേക്ക് കൂടി തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞത്. ഷൈബു ചേട്ടനെ ട്രെക്കിംഗ് ഗൈഡായിട്ട് കിട്ടണമെങ്കിൽ പുള്ളി കൊണ്ടുപോയിക്കോളും. പുള്ളി ചോദിക്കും അഡ്വഞ്ചറസ് ട്രെക്കിംഗ് വേണോ അല്ലെങ്കിൽ നോർമൽ ട്രെക്കിംഗ് വേണോ എന്ന്. ഓൾവേസ് ഓപ്റ്റ് ഫോർ ദി അഡ്വഞ്ചറസ് ട്രെക്കിംഗ്. അത് അടിപൊളിയാണ്. ഈ മരമാണ് കമ്പകം. അങ്ങനെ ട്രെക്കിംഗ് കഴിഞ്ഞ് താഴെ വന്ന് നല്ലൊരു കുളിയും പാസ്സാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്.